അപ്പോൾ ഇന്നൊരു വേസ്റ്റ് ഐറ്റം കൊണ്ടുള്ള ക്രാഫ്റ്റ് ആയാലോ. വീട്ടിലെ ഫ്ലോർ തുടക്കുന്ന മോപ്പ് ചീത്തയായിട്ട് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞു പൂവുണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് കത്തിച്ച് തീർന്ന കൊതുകുതിരിയുടെ സ്റ്റിക്ക് കൂടി എടുക്കുന്നുണ്ട്. സ്റ്റിക്കിന് കുറച്ച് പെയിൻറ്റ് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ കുരു പോലെ ഇരിക്കുന്ന ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഈ സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം സ്റ്റിക്കിൽ ഒട്ടാനായിട്ട് ഇച്ചിരി മടിയായിരുന്നു ആൾക്ക്. പിന്നെ നമ്മുടെ പശ കട്ടിക്ക് അങ്ങോട്ട് തേച്ച് കൊടുത്തപ്പോൾ അങ്ങോട്ട് ഒട്ടുന്നുണ്ട്. നമ്മുടെ ഗ്ലൂ ഗണ്ണായിരുന്നെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് ഒട്ടേനെന്ന് എനിക്ക് തോന്നി. പിന്നെ സംഭവം ഒട്ടിക്കിട്ടിയ സെറ്റാണ് കേട്ടോ. ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂവിന് കുറച്ച് കളർ കുറവായ പോലെ തോന്നി. വേറൊന്നുമല്ല, നമ്മുടെ മോപ്പ് ഉപയോഗിക്കാതെ മാറ്റിയിട്ടിട്ട് കുറച്ചായല്ലോ, അങ്ങനെ കളർ ഫെയ്ഡായതാണ്. കുറച്ച് പെയിൻറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂവ് അതിൽ മുക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നുണ്ട്. ഉണങ്ങി വന്നപ്പോൾ എനിക്ക് തോന്നി അതിൽ ലാവണ്ടർ കളറായിരുന്നു ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായതിനെന്ന്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ കളറാണ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ. തീർന്ന ഒരു സ്പ്രേ ബോട്ടിലാണ് ഇത് കുത്തി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ബോട്ടിലിൽ എയർ ഡ്രൈ ക്ലേ മേളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പൂവ് അതിലേക്ക് കുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വൈസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം. അപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റ് ഐറ്റം കൊണ്ടുള്ള ക്രാഫ്റ്റ് കാണാനാണ് കൂടുതൽ താല്പര്യമെങ്കിൽ അതും പറയാനായിട്ട് മറക്കരുത്.